നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്പെക്ട്രം ഫംഗ്ഷൻ, അതായത് സാറ്റലൈറ്റ് ഫൈൻഡറിലേക്ക് ഒരു സ്പെക്ട്രം ഫംഗ്ഷൻ നിങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്പെക്ട്രം ഫംഗ്ഷൻ്റെ ഡീറ്റെയിലും അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ വ്യൂവേഴ്സും സ്വാഗതം. ഞാൻ സുരേഷ് അമ്പലപ്പുഴ. പിന്നെ ഒരു കാര്യം പ്രത്യേകം എടുത്ത് പറയാം, ഞാൻ ഈ വീഡിയോയിൽ എഡിറ്റിംഗ് ഒന്നും അങ്ങനെ ചെയ്തിട്ടില്ല. കാരണം എഡിറ്റിംഗ് ചെയ്തു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് ലോങ് ആണ് വീഡിയോ, അത് ഫുള്ളായിട്ട് കണ്ടാലേ മനസ്സിലാകത്തുള്ളൂ. ഓക്കെ, എന്തായാലും നമ്മുടെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് തുടങ്ങുന്നതിന് മുമ്പ് ജസ്റ്റ് സ്പെക്ട്രം എന്താണെന്നൊന്ന് പറഞ്ഞു പോവാം. ഓക്കെ, ജസ്റ്റ് ഒരു ഐഡിയ അത്രേ ഉള്ളൂ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഇതിനെക്കുറിച്ച് ഒരുപാടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി, അല്ലെങ്കിൽ വിക്കിപീഡിയയിലൊക്കെ നോക്കിയാൽ മതി. കാരണം ഇതിൻ്റെ സ്പെക്ട്രം അലോക്കേഷനും അതിൻ്റെ ഫ്രീക്വൻസി റേഞ്ചും ഒക്കെ ഓരോ പാർട്ടിനും, അതായത് മൊബൈലിനും നമ്മുടെ സാറ്റലൈറ്റിനും ഒക്കെ അലോക്കേറ്റ് ചെയ്യുന്നതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് എല്ലാം ഫുള്ളായിട്ട് നമുക്ക് ഗൂഗിളിൽ നിന്ന് കിട്ടും. അപ്പോൾ സ്പെക്ട്രം എന്താണെന്ന് നമുക്ക് നോക്കാം. വാട്ട് ഈസ് സ്പെക്ട്രം? സ്പെക്ട്രം റിഫേഴ്സ് ടു ദ ഇൻവിസിബിൾ റേഡിയോ ഫ്രീക്വൻസീസ് ദാറ്റ് വയർലെസ് സിഗ്നൽസ് ട്രാവൽ ഓവർ. ഓക്കെ, അപ്പോൾ സ്പെക്ട്രം എന്തിനാണ് സൂചിപ്പിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വയർലെസ് ആയിട്ട് ട്രാവൽ ചെയ്യുന്ന സിഗ്നൽസ്, അത് ഇൻവിസിബിൾ റേഡിയോ ഫ്രീക്വൻസീസ് ആണ്. അതിനെയാണ് സ്പെക്ട്രം എന്നുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മുടെ മൊബൈല് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് വയർലെസ് റേഡിയോ ഫ്രീക്വൻസി ഉപയോഗിച്ചിട്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ സാറ്റലൈറ്റ് യൂസ് ചെയ്യുന്നത് അത് വയർലെസ് സിഗ്നൽസ് ആണ്, ഇൻവിസിബിൾ ആണ്. അതുപോലെ തന്നെ നമ്മുടെ ബാക്കിയുള്ള ഓരോ യൂസിനും ടെറസ്ട്രിയൽ TV ആയാലും അങ്ങനെയുള്ള ടെറസ്ട്രിയൽ കമ്മ്യൂണിക്കേഷൻ ആയാലും സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ആയാലും മറ്റെല്ലാ ഉപയോഗത്തിനും നമ്മൾ ഈ വയർലെസ് സിഗ്നൽ ഉപയോഗിക്കുന്നത് ഓരോരോ ഫ്രീക്വൻസി റേഞ്ച് ഒക്കെ വെച്ചിട്ടാണ്. ഓക്കെ, അതാണ് അടുത്തായിട്ട് പറഞ്ഞു വരുന്നത്. ഓൾ വയർലെസ് കമ്മ്യൂണിക്കേഷൻ സർവീസസ് ഇൻക്ലൂഡിംഗ് TV, മൊബൈൽ, ടെലിഫോൺ ആൻഡ് ഇന്റർനെറ്റ് ആക്സസ് വെദർ ഡെലിവേർഡ് ബൈ സാറ്റലൈറ്റ് ഓർ ടെറസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ ആർ പ്രൊവൈഡഡ് യൂസിങ് ഫ്രീക്വൻസീസ്. ഓക്കെ, ഫ്രീക്വൻസി ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ടെറസ്ട്രിയൽ ആയാലും സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ആയാലും പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറയുന്നത് ഈ രണ്ട് സർവീസിനൊക്കെ ഉപയോഗിക്കുന്ന ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറയുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിന്റെ ഒരു പോർഷനാണ് എന്നാണ് പറയുന്നത്. അതിൽ തന്നെ നമുക്ക് നോക്കാനുള്ളത് സാറ്റലൈറ്റ് സ്പെക്ട്രം ആണ്. ഓക്കെ, അപ്പോൾ സാറ്റലൈറ്റ് സ്പെക്ട്രം എന്ന് പറയുമ്പോൾ സർട്ടൻ ഫ്രീക്വൻസി ബാൻഡ് ഹാവ് ബീൻ ഡെഡിക്കേറ്റഡ് ഫോർ സാറ്റലൈറ്റ്സ് യൂസിങ് ഫോർ മെനി ഡീക്കേഡ്സ്. അപ്പോൾ നമ്മൾ കുറേ നാളുകളായിട്ട് ഇതിനൊരു ഫ്രീക്വൻസി ബാൻഡ് ആയിട്ടാണ് കൺവേർട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് ബാൻഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ L ബാൻഡ്, S ബാൻഡ്, K ബാൻഡ് അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഉപയോഗിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ ഫ്രീക്വൻസി അലോക്കേറ്റ് ചെയ്യുന്നതിൻ്റെ ആ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ബാൻഡായിട്ട് തിരിച്ചിട്ടാണ് ഉപയോഗിക്കുന്നത്. അതിൽ തന്നെ ലോവർ ഫ്രീക്വൻസി ഉണ്ട്, ഹയർ ഫ്രീക്വൻസി ഉണ്ട്. അപ്പോൾ ലോവർ ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ ഡിഫറെൻറ്റ് ഫ്രീക്വൻസി ബാൻഡ് ആർ സ്യൂട്ടബിൾ ഫോർ ഡിഫറെൻറ്റ് ക്ലൈമറ്റ് കണ്ടീഷൻസ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ബാൻഡ് ആയിരിക്കും അവിടെ ഏതാണ് സ്യൂട്ടബിൾ എന്ന് നോക്കിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൽ വരുന്നതാണ് ലോവർ ഫ്രീക്വൻസി വരുന്നതാണ് L ബാൻഡ്, S ബാൻഡ് ആൻഡ് C ബാൻഡ് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് റെയിനി സീസണൊക്കെ ഉള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ അവിടെ കൂടുതലും ഈ ഒരു ലോവർ ഫ്രീക്വൻസി ബാൻഡൊക്കെ ആയിരിക്കും, C ബാൻഡോ അല്ലെങ്കിൽ L ബാൻഡ്, S ബാൻഡൊക്കെ ആയിരിക്കും ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഹയർ ഫ്രീക്വൻസി ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഹയർ ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ KU ബാൻഡ്, KA ബാൻഡ് ഒക്കെയാണ്. അപ്പോൾ ചെറിയ ആൻറ്റിന മതി. നമ്മുടെ ലോവർ ഫ്രീക്വൻസി ഉപയോഗിക്കുന്നത് C ബാൻഡ്, S ബാൻഡ്, L ബാൻഡ് ഒക്കെ ആണെങ്കിൽ നമുക്ക് വലിയ ആൻറ്റിന വേണം. നമുക്കറിയാവുന്നതാണ്, C ബാൻഡിനൊക്കെ വലിയ ആൻറ്റിന വേണം നമുക്ക് നല്ല രീതിയിൽ സിഗ്നൽ കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ C ബാൻഡ് അല്ലെങ്കിൽ S ബാൻഡ്, L ബാൻഡ് ഒക്കെ ആകുമ്പോൾ റെയിൻ പെട്ടെന്ന് അഫക്റ്റ് ചെയ്യത്തില്ല. ഓക്കെ, നമ്മുടെ ഹയർ ഫ്രീക്വൻസീസിൽ വരുന്ന KU ബാൻഡ്, K ബാൻഡ് ഒക്കെ ആണെങ്കിൽ ചെറിയ ഡിഷാണ് ഉപയോഗിക്കുന്നത്. റെയിൻ ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് അഫക്റ്റ് ചെയ്യും. കറക്റ്റ് നമ്മൾ മഴ പെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ KU ബാൻഡിൻ്റെയൊക്കെ സിഗ്നൽ പെട്ടെന്ന് കട്ടാവും. ഓക്കെ, അതൊക്കെയാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ സാറ്റലൈറ്റ് സ്പെക്ട്രത്തിൽ നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് KU ബാൻഡ് അതിൻ്റെ ഡീറ്റെയിൽസാണ് നോക്കുന്നത്. നമുക്ക് C ബാൻഡ് ഇതുപോലെ നോക്കാം. നമ്മുടെ മീറ്ററിൽ C ബാൻഡിൻ്റെ ആ ഒരു കറക്റ്റ് സ്പെക്ട്രം നോക്കിയിട്ട് ഡിഷ് അലൈൻമെൻറ്റ് ചെയ്തെടുക്കാം നമുക്ക്. ഇപ്പോൾ എന്തായാലും KU ബാൻഡ് നമുക്ക് നോക്കാം ഫസ്റ്റ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഈ സ്പെക്ട്രം അലോക്കേഷൻ അതൊക്കെ മാനേജ് ചെയ്യുന്നത് ഇന്റർനാഷണൽ ടെലികമ്മ്യൂണിക്കേഷൻ യൂണിയൻ എന്ന് പറയുന്ന ITU എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനാണ് ഇത് മാനേജ് ചെയ്യുന്നത്. കാരണം ഗ്ലോബലി ആ ഒരു സ്റ്റാൻഡേർഡിലാണ് പോകുന്നത് മൊത്തത്തിൽ. ഇപ്പം നമുക്ക് ഇന്ത്യയിലായാലും നമ്മുടെ അമേരിക്കയിലായാലും അങ്ങനെയുള്ള ഏത് സ്ഥലത്തായാലും ആ ഒരു സ്റ്റാൻഡേർഡ് C ബാൻഡിന് ആ ഒരു ഫ്രീക്വൻസി റേഞ്ച് ആ ഒരു സ്റ്റാൻഡേർഡ് തന്നെ ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ കറക്റ്റായിട്ട് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഓർഗനൈസേഷനൊക്കെ രൂപീകരിച്ചിട്ട് മാനേജ് ചെയ്യുന്നത്.
പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, പല മീറ്ററിലും ഈ ഒരു സ്പെക്ട്രം ഫംഗ്ഷൻ കാണിക്കുന്നത് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലൊക്കെയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുറഞ്ഞ മീറ്ററിനകത്തൊക്കെ ആണെങ്കിൽ ഈ ഒരു ഞാൻ കാണിക്കുന്ന രീതിയിലൊക്കെയാണ്. കുറച്ച് കൂടിയ മീറ്ററൊക്കെ ആണെങ്കിൽ ഇപ്പോൾ നെറ്റിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് അറിയാം, DR1000 എന്ന് പറഞ്ഞ മോഡലുണ്ട്. അതുപോലെ തന്നെ പല മോഡലും ഉണ്ട്. അപ്പോൾ ആ ഒരു മോഡലിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഈസിയാണ് കാര്യങ്ങൾ. കാരണം ജസ്റ്റ് അനലോഗ് രീതിയിലാണ് നമ്മുടെ ആ ഒരു ഗ്രാഫ് വേരിയേഷൻ വരുന്നത്. അതുതന്നെ നമുക്ക് ഗ്രാഫ് ഹൈയിൽ എത്തിക്കഴിയുമ്പോൾ നമുക്ക് സാറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ആ ഒരു മീറ്ററിലുണ്ട്. അതൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് സാറ്റലൈറ്റ് ആണെന്ന് കറക്റ്റായിട്ട് കാണാൻ പറ്റും. ഞാനെന്തായാലും ഇപ്പോൾ കാണിക്കുന്നത്, ഞാൻ ആ ഒരു ഡിഷ്, നമുക്ക് എക്സ്പെരിമെന്റിന് വേണ്ടിയിട്ട് ഒരു ഡിഷ് വെച്ചിരിക്കുന്നതും അതിൻ്റെ ആ ലൊക്കേഷനാണ് കിഴക്ക് സൈഡിലേക്കാണ് വെച്ചിരിക്കുന്നത്, ഈസ്റ്റ് സൈഡിലേക്കാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ലൊക്കേഷൻ ആ ഡിഷും ഒക്കെയാണ് കാണിക്കുന്നത്. ഓക്കെ, ഇത് വെച്ചിട്ടാണ് നമ്മൾ മീറ്റർ കണക്ട് ചെയ്തിട്ട് എക്സ്പെരിമെന്റ് ചെയ്യുന്നത്. ഞാൻ എന്തായാലും തൊട്ട് അടുത്ത് തന്നെ ക്യാമറ ഒന്ന് ട്രൈപോഡ് ഒന്ന് സെറ്റ് ചെയ്തിട്ട് രണ്ടും കൂടെ കിട്ടുന്ന രീതിയിൽ, ഡിഷും മീറ്ററും കൂടെ കിട്ടുന്ന രീതിയിലാണ് ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പേ നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് മനസ്സിലാക്കിയിട്ട് പോവാം. എന്തായാലും പ്രാക്ടിക്കലായിട്ട് നമ്മൾ ചെയ്തു നോക്കുന്നതിന് മുമ്പ് ഞാൻ ആ ഒരു മീറ്ററിലുള്ള ആ ഒരു സ്പെക്ട്രം ഫംഗ്ഷൻ ജസ്റ്റ് ഒന്നൊരു പേപ്പറിലേക്ക് വരച്ച് കാണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ആ ഒരു ഗ്രാഫ് പോലെ നമ്മൾ കാണിക്കുമ്പോൾ Y ആക്സിസിൽ വരുന്ന dBu/V ആണ് വരുന്നത്. ഡെസിബൽ മൈക്രോ വോൾട്ടേജ് എന്നാണ് അതിൻ്റെ ഒരു പവർ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു സൈഡിൽ വരുന്ന പവറാണ് വരുന്നത്. ഓക്കെ, സിഗ്നൽ പവറാണ് വരുന്നത്. അപ്പോൾ നമ്മൾ മീറ്റർ ഓൺ ചെയ്താൽ തന്നെ കാണാം ആ ഒരു സിഗ്നൽ പവർ 29 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ X ആക്സിൽ കാണിക്കുന്ന ഫ്രീക്വൻസി റേഞ്ച് ആണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് അതിൻ്റെ കാര്യങ്ങൾ. എന്തായാലും നമ്മൾ ആ താഴെ X ആക്സിൽ ഫ്രീക്വൻസി റേഞ്ച് ആണ് വരുന്നത് എന്ന് പറഞ്ഞു, അത് ഹെർട്സിൽ ആണ്. ഓക്കെ, നമുക്ക് എന്തായാലും സ്റ്റാർട്ടിങ് നോക്കാം. 10700 നമ്മൾ കീ ബാൻഡാണ് നോക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ 10700, 11900 അത് നോക്കാം. ഓക്കെ, പിന്നെ നമ്മൾ 22K, അതായത് 12000-ന് മുകളിലുള്ള ഫ്രീക്വൻസീസ് നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ 22K എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഓണാക്കി കൊടുക്കണം. ഓക്കെ, എന്നാലേ ആ ഒരു ഫ്രീക്വൻസി റേഞ്ച് കാണിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് നോർമലായിട്ടുള്ള ഫ്രീക്വൻസി റേഞ്ച് ആദ്യം ഒന്ന് എഴുതാം, എന്നിട്ട് 22K ഓണാക്കി ആ ഒരു ഇത് കിട്ടുന്നതും കൂടെ പറയാം. എന്തായാലും ഞാനതൊന്ന് നോക്കി വെക്കാം ഇവിടെ. ഇപ്പോൾ താഴെ ഫ്രീക്വൻസി റേഞ്ച് നമ്മൾ 22K ഓണാക്കി കഴിഞ്ഞാൽ 11550 ആ ഒരു റേഞ്ച് തൊട്ട് ആണ് വരുന്നത്. 12750 ആ റേഞ്ചൊക്കെ വരെയായിരിക്കും വരുന്നത്. നമുക്ക് എന്തായാലും ഒന്ന് ചെക്ക് ചെയ്യാം. 22K ഓണാക്കിയതിന് ശേഷം നമുക്കത് എടുത്ത് നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. കാരണം രണ്ടും കൂടെ ഒന്നിച്ച് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ക്യാമറ സെറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം വേറെ ഒന്നുമല്ല, ഫ്രണ്ടിൽ ആ ഒരു പേപ്പറിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് ട്രൈപോഡ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ജസ്റ്റ് അതിനകത്ത് എഴുതാനും കുറച്ച് പാടാണ്. അപ്പോൾ ഉള്ള സൗകര്യമൊക്കെ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ്. 22K ഓണായി കഴിഞ്ഞപ്പോൾ നമുക്ക് 11550 തൊട്ട് 12750 വരെയുള്ള ഫ്രീക്വൻസി റേഞ്ച് നമുക്കത് കൂടെ എന്തായാലും നോക്കാം. ഓക്കെ, അതൊന്ന് ജസ്റ്റ് റൈറ്റ് വെച്ചു, ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്, അതിൻ്റെ ഒന്ന് ഒരു ഐഡിയ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഒന്ന് എഴുതി കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ ഒരു 22K ഓണാക്കിയിട്ടുള്ള ആ ഒരു റേഞ്ച് കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ചില സാറ്റലൈറ്റിലെ ഫ്രീക്വൻസി നിങ്ങൾക്ക് അറിയാം. ഇപ്പോൾ സൺ ഡയറക്റ്റിൻ്റെ ആയാലും 12316, അല്ലെങ്കിൽ ഡിഷ് ടിവിയുടെ ആയാലും 12595, അങ്ങനെയുള്ള ഫ്രീക്വൻസി റേഞ്ച്. അപ്പോൾ അത് 22Kയും കൂടെ ഓണാക്കിയിട്ടാലേ അത് കാണിക്കുള്ളൂ. ഇപ്പോൾ ഈ 22Kയുടെ ഡീറ്റെയിൽസ് നമുക്ക് എന്തായാലും വേറൊരു വീഡിയോ ഒക്കെ ചെയ്യാം. ഓക്കെ, ഇതിലിപ്പോൾ ഇത്ര മനസ്സിലാക്കുക. നമുക്കെന്തായാലും ഇപ്പോൾ ഈ സ്പെക്ട്രം ഫംഗ്ഷനിൽ നിന്ന് നമുക്കൊന്ന് എക്സിറ്റ് ആയിട്ട് നമ്മുടെ മെയിൻ ഫൈൻഡ് ഓപ്ഷൻ എടുക്കുമല്ലോ. സാധാരണ നമ്മൾ അത് എടുത്തിട്ടാണ് ചെയ്യുന്നത്. ആ ഒരു ഓപ്ഷൻസ് ഒക്കെ തന്നെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഗ്രാഫിൽ സ്പെക്ട്രം ആ ഒരു ഗ്രാഫിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് എന്തായാലും ആ ഒരു ഫൈൻഡ് മെനു ഒന്ന് നോക്കാം. അതിനകത്ത് ആ dBu/V, അതായത് ഡെസിബൽ മൈക്രോ വോൾട്ടേജ്, ആ ഒരു 29 കാണിക്കുന്ന അവിടെ ആ സ്റ്റാർട്ടിങ് തൊട്ടാണ്. Y ആക്സിസ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു പോയിന്റ് തൊട്ടാണ് 29 കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ വെറുതെ മീറ്റർ ഓൺ ചെയ്താൽ ആ 29 തന്നെയാണ് ആ ഒരു പവർ കാണിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഫ്രീക്വൻസി റേഞ്ച്, അതായത് നമ്മൾ 22K ഓൺ ആക്കിയാൽ 12000-ന് മുകളിലോട്ടുള്ള ഫ്രീക്വൻസി റേഞ്ച് നമുക്ക് കറക്റ്റായിട്ട് ഫൈൻഡ് ചെയ്യാനും അതിൻ്റെ സിഗ്നലൊക്കെ നോക്കാനും പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ആ ഫ്രീക്വൻസി റേഞ്ചിൽ താഴെ തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഒരു സൺ ഡയറക്റ്റിൻ്റെ ഫ്രീക്വൻസി ആണെങ്കിൽ ഇപ്പോൾ 12643 ആണെങ്കിൽ നമ്മുടെ ആ ഒരു ലൈൻ എവിടെ വരുമെന്ന് ഞാനിപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വരയ്ക്കാം. അപ്പോൾ എന്തായാലും ആ ഒരു X ആക്സിസിൽ നമ്മൾ ആ ഒരു 12643-ന് നമ്മൾ 640 ആണ് നോട്ട് ചെയ്തിരിക്കുന്നത്. ആ ഒരു ലൈൻ വരച്ചു. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു dBu/V
പവർ ഒരു 50 വരുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് വരയ്ക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മുകളിലോട്ടാണ് 70 ആ ഒരു രീതിയിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു സിഗ്നൽ കിട്ടുന്നത്, ആ ഒരു സിഗ്നൽ പവർ 70 ആ ഒരു റേഞ്ചിലൊക്കെ ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ആ കറക്റ്റ് സിഗ്നൽ. നല്ല രീതിയിൽ ആ ഒരു പോർഷനിലാണ് നമുക്ക് നല്ല രീതിയിലൊക്കെ കിട്ടുന്നത്. അപ്പോൾ 70-76 DBU വോൾട്ടേജ് 70-76 ആ ഒരു രീതിയിൽ വരുമ്പോൾ നമുക്ക് എന്തായാലും നല്ല രീതിയിലുള്ള ഒരു സിഗ്നൽ കിട്ടും. ഇപ്പം ഞാൻ എന്തായാലും ജസ്റ്റ് ഒരു ലൈൻ വരയ്ക്കുന്നത്, കുറച്ച് ലൈൻസ് ഒക്കെ ഒന്ന് വരയ്ക്കുന്നത്, കാരണം നമ്മൾ വെറുതെ ഇരിക്കുന്ന ആ ഒരു മീറ്ററിലോട്ട് LNB കണക്ട് ചെയ്താൽ തന്നെ നമുക്കൊരു ഈ DBU പവർ നമുക്കൊരു, അതായത് നമ്മൾ ആ മീറ്ററിൽ റെഡ് കാണിക്കുന്ന സിഗ്നൽ എന്നുള്ള ആ ഒരു പോർഷൻ അത് കുറച്ച് അപ്പായിക്കിടെ 61 ആ റേഞ്ച് ആവും. അപ്പോൾ നമുക്ക് എന്തായാലും ഈ DBU വോൾട്ടേജ് ഒരു 70-76 ആ റേഞ്ച് വരും. കാരണം നമ്മുടെ LNB കണക്ട് ചെയ്യുമ്പോൾ LNB ഓക്കെ ആണ്, നമുക്കത് ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, കുറച്ചുകൂടെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഞാൻ പറഞ്ഞില്ലേ DBU പവർ, അതായത് DBU വോൾട്ടേജ് മൈക്രോ വോൾട്ടേജിലാണ് അത് കൊടുത്തിരിക്കുന്നത്. അതൊക്കെ നമുക്ക് കൺവേർട്ട് ചെയ്ത് ഡെസിബിളിലോട്ടൊക്കെ മാറ്റാം. ഓക്കെ, അപ്പോൾ അത് കൺവേർഷൻ്റെ ടേബിളും കാര്യങ്ങളും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഒരുപാടുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഇപ്പോൾ നമ്മൾ നോക്കുന്നില്ല. എന്തായാലും ആ DBU വോൾട്ടേജ് പവർ, സിഗ്നൽ പവർ ഒരു സൈഡിൽ നമ്മൾ കറക്റ്റായിട്ട് Y ആക്സിസിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മളെന്തായാലും ആ പേപ്പറിൽ വരച്ച് വെച്ചതുപോലെ തന്നെ നമ്മൾ ആ ഒരു സ്പെക്ട്രം അതിൻ്റെ ഒരു ഫംഗ്ഷൻ നമ്മൾ മീറ്ററിൽ എടുക്കുകയാണ്. അതായത് യൂണിവേഴ്സൽ KU ബാൻഡ് ആണ്, യൂണിവേഴ്സലാണ് സെലക്ട് ചെയ്തത്. ഫ്രീക്വൻസി സെലക്ട് ചെയ്തു, 12640 ആണ്. അതുപോലെ തന്നെ പൊളാരിറ്റി ഹോറിസോണ്ടലാണ് സെലക്ട് ചെയ്തത്, 12640. 643 നമ്മുടെ ഫ്രീക്വൻസി, കൊണ്ട് 12640 എടുത്തു. 29 കാണിക്കുന്നത് സിഗ്നൽ പവർ, DBU വോൾട്ടേജ് ഡീഫോൾട്ട് ആണ്, അതായത് നമ്മൾ LNB കണക്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ഡീഫോൾട്ട് 29 ആണ് വരുന്നത്. അതാണ് ഞാനിപ്പോൾ ആ താഴെ X ആക്സിൽ കാണിക്കുക 29. അപ്പോൾ സിഗ്നൽ നമ്മൾ ഒന്നും LNB ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് കാണിക്കുന്നത്. നമ്മൾ ജസ്റ്റ് LNBയുടെ കേബിൾ കണക്ട് ചെയ്തു, നമുക്ക് ഡിഷിൽ സിഗ്നൽ ഒന്നും വന്നില്ലെങ്കിൽ, നമ്മുടെ സാറ്റലൈറ്റിൻ്റെ സിഗ്നൽ ഒന്നും വന്നില്ലെങ്കിൽ ആ ഒരു നോർമലായിട്ട് ഒരു DBU വോൾട്ടേജ് ഒരു 60-61 ആ രീതിയിലായിരിക്കും വന്ന് നിൽക്കുന്നത്. അതിനുശേഷം നമ്മുടെ ആ ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ, നമ്മുടെ ആ ഒരു ലൈനിൽ നമ്മൾ ഡിഷ് അലൈൻമെൻറ്റ് ചെയ്യുമ്പോൾ DBU വോൾട്ടേജ് അപ്പായിട്ട് വരും. ഓക്കെ, അത് മാക്സിമം അപ്പായിട്ട് വരുമ്പോൾ ആ ഒരു ഗ്രാഫ് മുകളിലേക്ക് വരും. മാക്സിമം നമ്മൾ ആ ഒരു ഗ്രാഫ് മുകളിലോട്ട് വന്ന് കറക്റ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ കറക്റ്റ് സാറ്റലൈറ്റിൻ്റെ മാക്സിമം നല്ല സിഗ്നൽ കിട്ടും. അപ്പോൾ ഈ ഒരു മീറ്ററിൽ കുറച്ച് സ്ലോയിലാണ് അതിൻ്റെ ഒരു ഫംഗ്ഷൻ, കാരണം ചെറിയ സ്ക്രീനാണ്. വലിയ സ്ക്രീനാണെങ്കിൽ നമുക്ക് മൈന്യൂട്ടായിട്ട് കുറേ അധികം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കൂടിയ മീറ്റർ ആകുമ്പോൾ, വലിയ മീറ്ററൊക്കെ ആകുമ്പോൾ ഒരു 7 ഇഞ്ച് ഡിസ്പ്ലേ ഒക്കെ വരുന്നതാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ മൈന്യൂട്ടായിട്ട് മാക്സിമം സിഗ്നൽ നമുക്ക് ഫൈൻഡ് ചെയ്തെടുക്കാൻ പറ്റും, ഫൈൻ റൂൾസ് ഒക്കെ എടുക്കാൻ പറ്റും. ഓക്കെ, എന്തായാലും ഞാൻ ഇപ്പോൾ ഈ ഒരു മീറ്ററിൻ്റെ ഒരു കാര്യങ്ങൾ വെച്ചിട്ടുള്ള ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അതായത് സ്പെക്ട്രം ഫംഗ്ഷൻ, അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതെങ്ങനെയാണ് നോക്കുന്നതെന്ന് ഒരു സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരികയാണ്. നമുക്ക് വീണ്ടും നല്ല നല്ല മീറ്റർ വരുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് ചെയ്യാം. എന്നിട്ട് അന്നേരം നമുക്കൊരു കമ്പയർ ചെയ്ത് വേണമെങ്കിൽ നോക്കാം, ഈ ഒരു മീറ്ററൊക്കെ ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കാം. എന്തായാലും ഞാൻ നമ്മുടെ LNBയിൽ മീറ്റർ കണക്ട് ചെയ്തു. ഓക്കെ, ഡിഷും മീറ്ററും ഇതാണ് നമ്മുടെ KU ബാൻഡ് നമ്മൾ നോക്കുന്നത്, സ്പെക്ട്രം നോക്കുന്നത്. DBU വോൾട്ടേജ് 61 കാണിച്ചു. ഡീഫോൾട്ടായിട്ട് നമ്മുടെ LNB കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു 61 ആ ഒരു രീതിയിൽ കാണിക്കും. നമ്മൾ സ്പെക്ട്രം ഫംഗ്ഷൻ ഓൺ ചെയ്യുകയാണ്. ഓക്കെ, മീറ്ററിൽ സ്പെക്ട്രം ഫംഗ്ഷൻ ഓൺ ചെയ്തു. നമ്മൾ KU ബാൻഡ് ആണ് നോക്കുന്നത്, അതുകൊണ്ട് യൂണിവേഴ്സൽ സെലക്ട് ചെയ്തു. നമ്മുടെ പൊളാരിറ്റി ഏതാണ് നോക്കുന്നത് അത് സെലക്ട് ചെയ്യാം. ഇപ്പം നമുക്ക് 10000 താഴെയുള്ള ഫ്രീക്വൻസി ഏതെങ്കിലും ആണെങ്കിൽ 22K ഓൺ ആക്കണ്ട, അല്ലെങ്കിൽ 12,000 മുകളിലോട്ടുള്ള ഫ്രീക്വൻസി ആണെങ്കിൽ 22K ഓൺ ആക്കി ഇട്ടിട്ട് നോക്കുക. ഓക്കെ, എന്നാലേ ആ ഒരു ഫ്രീക്വൻസി റേഞ്ചും കൂടെ കാണിക്കത്തുള്ളൂ. ഞാൻ കൂടിയ മീറ്ററിൻ്റെയൊക്കെ, അതായത് വില കൂടിയ മീറ്ററിൻ്റെയൊക്കെ സ്പെക്ട്രം ഫംഗ്ഷൻ നോക്കിയപ്പോൾ ഈ ഒരു പൊളാരിറ്റി സെലക്ട് ചെയ്യുന്ന രീതിയിലും ആദ്യം അങ്ങനെ ഒരു കാണിച്ചിട്ടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ കൂടിയ മീറ്ററിനകത്ത് കുറച്ചുകൂടെ നല്ല ഫെസിലിറ്റീസ് കാണും. ഓക്കെ, അപ്പോൾ അതിനകത്ത് കുറച്ചുകൂടെ സിമ്പിളായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും, അതായത് സിഗ്നൽ എടുക്കാൻ പറ്റും എന്നുള്ള രീതിയാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നല്ല സിമ്പിളായിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടുതലുണ്ട് അതിനകത്ത്. ഓക്കെ, അത് കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് നമുക്ക് സിമ്പിളായിട്ട് അലൈൻമെൻറ്റ് എടുക്കാൻ പറ്റും. ഇപ്പോൾ എന്തായാലും ഇതിൻ്റെ ഒരു ബേസിക് കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കുക ഈ ഒരു വീഡിയോയിലൂടെ. ഓക്കെ, ഈ ഒരു മീറ്റർ വെച്ചിട്ട്, കാരണം ഈ ഒരു മീറ്ററാണ് കൂടുതലും പേര് ഉപയോഗിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഈ മീറ്റർ വെച്ചിട്ട് ചെയ്യുന്നത്. നമുക്കെന്തായാലും ഫസ്റ്റ് DD ഡയറക്റ്റ് അതിൻ്റെ ഒരു ഫ്രീക്വൻസി നോക്കാം നമുക്ക്. ഓക്കെ, അതിൻ്റെ ഒരു ഫ്രീക്വൻസി ആദ്യം ആ ഒരു ലൈൻ സെറ്റ് ചെയ്യാം. നമുക്ക് അവിടെയാണ് കറക്റ്റ് സിഗ്നൽ കിട്ടേണ്ടത്.
ഓക്കെ, ബാക്കിയുള്ള ട്രാൻസ്പോണ്ടർ സിഗ്നലും കൂടെ നമുക്ക് ആ ഒരു പോർഷൻ്റെ അടുത്ത് വരുന്നത് നമുക്ക് നോക്കാം. എന്തായാലും നമ്മുടെ ദൂരദർശൻ്റെ ആ ഒരു ഫ്രീക്വൻസി എല്ലാം എനിക്ക് വരുന്നത് വെർട്ടിക്കൽ ഫ്രീക്വൻസിയാണ്. അതുകൊണ്ട് തന്നെ 11510 നമ്മൾ ഫ്രീക്വൻസി ഇത് ട്രാക്ക് ചെയ്യാനായിട്ട് എടുക്കുന്നത്. ഈ ഒരു സ്പെക്ട്രം ഇത് വെച്ചിട്ട് ഫംഗ്ഷൻ വെച്ചിട്ട് നമ്മൾ സിഗ്നൽ എടുക്കുന്നത് 11510. അപ്പോൾ നമ്മൾ ഡീഫോൾട്ടായിട്ട് ഒരു LNB കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ DBU പവർ 63, 61 ആ ഒരു രീതിയിൽ കാണിച്ചു തരും. ഞാൻ എന്തായാലും ആ ഒരു താഴത്തെ ഫ്രീക്വൻസി റേഞ്ചിൻ്റെ ആ ഒരു നമുക്ക് 11510 അവിടെ ആ ഒരു ലൈൻ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ആ ലൈനിലാണ് നമുക്ക് സിഗ്നൽ കിട്ടേണ്ടത്. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ ഡിഷ് അലൈൻമെൻറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു നമ്മളൊരു എക്സാക്റ്റ് ഒരു പൊസിഷൻ അല്ല ഒരു ഐഡിയയിൽ നമ്മൾ ഈസ്റ്റ് ഡയറക്ഷനിലേക്ക് വെച്ചിട്ട് ഡിഷ് ഒന്ന് നോക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് അപ്പ് ആൻഡ് ഡൗൺ ലെഫ്റ്റ് റൈറ്റ് നമ്മളൊന്ന് ഡിഷിൻ്റെ പൊസിഷൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. നമുക്കെന്തായാലും ആ ഒരു ഗ്രാഫിൽ വ്യത്യാസം വരും. കാരണം ഈ ഒരു മീറ്ററിൽ കുറച്ച് സ്ലോയിലാണ് കവർ ചെയ്ത് വരുന്നത്. നമുക്ക് DR1000 ഒക്കെ വീഡിയോ, DR1000 എന്ന് പറഞ്ഞ മീറ്ററിൻ്റെയൊക്കെ വീഡിയോ യൂട്യൂബിലുണ്ട്. അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ഫാസ്റ്റായിട്ട് നമുക്ക് കിട്ടും. നല്ല ഫംഗ്ഷനൊക്കെ ഉണ്ട്, സാറ്റ് ID ഫംഗ്ഷനൊക്കെ ഉണ്ട്, പെട്ടെന്ന് തന്നെ സാറ്റലൈറ്റ് കണ്ടുപിടിക്കാം. ഓക്കെ, എന്തായാലും കുറച്ച് അപ്പായിട്ട് വരുന്നുണ്ട്, ആ ഒരു ഗ്രാഫ് അപ്പായി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ DBU പവറിൽ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ അത് കൂട്ടിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു ഗ്രാഫിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ഫ്രീക്വൻസി റേഞ്ചിൽ കുറച്ച് സിഗ്നൽ അപ്പായി വരുന്നതായിട്ട് നമുക്ക് കാണിക്കാം. പവറൊക്കെ കൂടി വരുന്നു. DBU വോൾട്ടേജ് ഒരു 75-76 രീതിയിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് ചില ഫ്രീക്വൻസിക്ക് കുറച്ചുകൂടെ DBU പവർ കൂടുതൽ കാണിക്കും. ഓക്കെ, 77-80 വരെയൊക്കെ പോവും, 81 ആ രീതിയിലൊക്കെ പോവും. അപ്പോൾ നല്ല സിഗ്നൽ പവർ ഉണ്ടെങ്കിൽ ആ DBU വോൾട്ടേജ്, മൈക്രോ വോൾട്ടേജ് അതൊരു 80, 81, 85 ആ രീതിയിലോട്ടൊക്കെ പോകും. നമുക്ക് നല്ല രീതിയിൽ സിഗ്നൽ കിട്ടുന്ന അനുസരിച്ചിട്ട്, ഡിഷിൽ സിഗ്നൽ കിട്ടുന്ന അനുസരിച്ചിട്ട്, അതായത് ഡയലോഗിൻ്റെ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല സിഗ്നലാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ ഈ DBU വോൾട്ടേജ് നല്ല രീതിയിൽ 80, 81 ആ രീതിയിലോട്ടൊക്കെ പോകും നമുക്ക് സിഗ്നൽ കിട്ടി വരുന്ന അനുസരിച്ചിട്ട്. നമ്മളെന്തായാലും സ്പെക്ട്രം ഫംഗ്ഷൻ വെച്ചിട്ട് ആ ഒരു സിഗ്നൽ എടുത്തിട്ടുണ്ട്. നമ്മൾ എന്നിട്ട് ചെക്ക് ചെയ്തു. കാരണം DD ഡയറക്റ്റിൻ്റെ ആ ഒരു നമ്മൾ ഫൈൻഡ് സാധാരണ എടുക്കുന്ന രീതിയിൽ ഇതൊക്കെ ചെക്ക് ചെയ്തപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് സിഗ്നൽ കിട്ടിയിട്ടുണ്ട്. മിക്ക TVക്ക് കറക്റ്റ് സിഗ്നൽ ഉണ്ട്. ഒരു മൈന്യൂട്ടായിട്ട് വേണേൽ അഡ്ജസ്റ്റ് എടുക്കാം. കാരണം നല്ല കുറച്ചുകൂടെ വില കൂടിയ 27,000, 24,000 രൂപയുടെ മീറ്ററൊക്കെ ആണെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് തന്നെ നല്ല രീതിയിൽ ഫൈനായിട്ട് നമുക്ക് സിഗ്നൽ എടുക്കാൻ പറ്റും. എന്നാലും ഈ ഒരു ഫംഗ്ഷൻ കൊണ്ട് തന്നെയൊക്കെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് നമുക്ക്. എന്തായാലും എല്ലാ ഇതിനും ഉണ്ട്. നമ്മുടെ സൺ ഡയറക്റ്റിന് ജസ്റ്റ് അടുത്ത് ഉള്ളത് കൊണ്ട് തന്നെ ആ രീതിയിൽ സിഗ്നൽ വന്നിട്ടുണ്ട്. കാരണം നമ്മളത് അങ്ങനെ അലൈൻമെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു എന്താ പറയുക, തൊട്ടടുത്തുള്ള ആണെങ്കിലൊക്കെ അതിനും ചെറുതായിട്ട് കാണിക്കും ഈ ഒരു സ്പെക്ട്രം രീതിയിലൊക്കെ ചെയ്യുമ്പോൾ. കാരണം നിങ്ങൾക്കറിയാം ഈ ഒരു സൺ ഡയറക്റ്റ് വരുന്നത് 91-ലാണ് വരുന്നത്, 91.5 ഡയറക്ഷനാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ DD ഡയറക്റ്റ് വരുന്നത് 93.5 ആണ്. അപ്പോൾ തൊട്ടടുത്താണ് വരുന്നത്. അതുകൊണ്ടാണ് അതിൻ്റെയും കൂടെ ചെറിയായിട്ട് സിഗ്നൽ ഇത് കാണിച്ചത്. നമ്മൾ സ്പെക്ട്രം ആ ഒരു ഫംഗ്ഷൻ വെച്ചിട്ട് നോക്കിയപ്പോൾ അതിൻ്റെ ഈ ഒരു സൺ ഡയറക്റ്റിൻ്റെ സിഗ്നലും കൂടെ ജസ്റ്റ് ഒന്ന് കയറി വന്നു. നമുക്ക് എന്തായാലും അടുത്ത ഡിഷ് TV നോക്കാം. കാരണം ഡിഷ് TV ആകുമ്പോൾ 95 ഡയറക്ഷനാണ്. അപ്പോൾ ഡിഷ് TV നോക്കി വന്നതിന് ശേഷം 95 നോക്കിയിട്ട് വീണ്ടും സൺ ഡയറക്റ്റ് വേണമെങ്കിൽ നമുക്ക് നോക്കാം. അതാകുമ്പോൾ 95-ഉം 91-ഉം കുറച്ച് ഗ്യാപ്പ് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഡിഷ് TV ഒന്ന് നോക്കാം. ഡിഷ് TV ഞാൻ എന്തായാലും ഒരു ഫ്രീക്വൻസി സെലക്ട് ചെയ്യാം. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക, ഫ്രീക്വൻസി നോട്ട് ചെയ്ത് വെക്കുക, യൂണിവേഴ്സൽ. പിന്നെ നമ്മുടെ പൊളാരിറ്റി സെലക്ട് ചെയ്യാം. ഓക്കെ, 22K ഓണാക്കി കൊടുത്തു. നമുക്കെന്തായാലും സ്പെക്ട്രം ഫംഗ്ഷൻ എടുത്തിട്ട് നമ്മുടെ ആ ഫ്രീക്വൻസി, ആ ലൈൻ അവിടെ സെറ്റ് ചെയ്യാം. ഏത് ഫ്രീക്വൻസി റേഞ്ചാണ് നോക്കേണ്ടത് അവിടെ സെറ്റ് ചെയ്യാം. 12,595, 590 അല്ലെങ്കിൽ 12,590 എടുക്കാം. 12,595 ആണ്. അപ്പോൾ 12,590 എടുക്കാം. ഓക്കെ, അപ്പോൾ എന്നിട്ട് നമ്മൾ അലൈൻമെൻറ്റ് ചെയ്യുകയാണ്. മൈന്യൂട്ടായിട്ട് നമ്മൾ പതുക്കെ ഒന്ന് അപ്പ് ആൻഡ് ഡൗൺ ലെഫ്റ്റ് റൈറ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫ്രീക്വൻസി റേഞ്ചിലൊക്കെ സിഗ്നൽ കറക്റ്റായിട്ട് വരുന്നത് കാണാൻ പറ്റും. ഇപ്പോൾ DB പവറും വ്യത്യാസം വരും. മാക്സിമം നമ്മൾ അവിടെ വെച്ചിട്ട് തന്നെ കൂട്ടിയെടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. നമ്മൾ ആ ഒരു ലൈൻ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഫ്രീക്വൻസി റേഞ്ചിൽ ഇപ്പോൾ സിഗ്നൽ വരുന്ന കാണാൻ പറ്റും. ഞാനിപ്പോൾ ഇത്ര വൈഡാക്കി ഈ ഒരു വീഡിയോ ചെയ്തത്, കുറച്ച് വലുതാക്കി ചെയ്തത് കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഒരു സ്ലോയിൽ ചെയ്താലേ അത് കാര്യങ്ങൾ കൂടുതൽ പറയാൻ പറ്റത്തുള്ളൂ. എന്തായാലും നമുക്ക് ആ ഒരു ഫ്രീക്വൻസി സെലക്ട് ചെയ്ത് നോക്കാം. ഡിഷ് TVയുടെ ഫൈൻഡ് ഓപ്ഷനിൽ എടുത്തിട്ട്
ഡിഷ് ടിവിയുടെ ഇപ്പോൾ സിഗ്നൽ വന്നിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ സ്പെക്ട്രം ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് മാക്സിമം സിഗ്നൽ നമുക്ക് കറക്റ്റ് എടുക്കുന്നത്. അത്യാവശ്യം നല്ല സിഗ്നൽ ഉണ്ട്. ഇനിയിപ്പോൾ LNBSQ ഒക്കെ ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ നല്ല സിഗ്നൽ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ, കാരണം എല്ലാ TPയിലും സിഗ്നൽ ഇല്ല, കാരണം ഞാൻ അതിനകത്ത് സിമ്പിളായിട്ട് എഡിറ്റ് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ 2-3 TP നമുക്കൊന്ന് നോക്കാം, ചെക്ക് ചെയ്യാം. 12535 അത് നോക്കി. ഓക്കെ, എന്തായാലും ഇനി നമുക്ക് സൺ ഡയറക്റ്റ് നോക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ 95 നിന്ന് നമുക്ക് 91 ഇനി പോകാനുണ്ട്. നമുക്ക് എന്തായാലും ഫൈൻഡ് ഓപ്ഷനിൽ സൺ ഡയറക്റ്റിൻ്റെ ആ TP ഒക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കാം. അതായത് 12316 അപ്പോൾ 22K ഓൺ ആക്കണം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ ഫൈൻഡ് ഓപ്ഷനിൽ സാധാരണ ഓട്ടോ എന്ന് പറഞ്ഞ ഫംഗ്ഷനാണ് എടുത്തിടുന്നത്. നമ്മളെന്തായാലും ആ ഒരു ഫ്രീക്വൻസി റേഞ്ച് മനസ്സിലാക്കി വെച്ചു. യൂണിവേഴ്സലാണ്, ഹൊറിസോണ്ടലാണ് പൊളാരിറ്റി, 22K ഓൺ ആക്കി. അപ്പോൾ എന്തായാലും നമുക്ക് 12750 വരെയുള്ള ഫ്രീക്വൻസി റേഞ്ച് അവിടെ കാണിച്ചു തരും. ഓക്കെ, എന്തായാലും നമുക്ക് 12316 അപ്പോൾ 12310 സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ 12320 സെലക്ട് ചെയ്യാം. ഓക്കെ, 12316 നമ്മൾ 12320 സെലക്ട് ചെയ്തു. dB പവർ 64 കാണിച്ചിരിക്കുന്നത്, നോർമലായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അത് നമുക്ക് ഇനി ഡിഷ് അലൈൻമെൻറ്റ് ചെയ്ത് നോക്കാം. വേറെ ഫ്രീക്വൻസി റേഞ്ചിലൊക്കെ സിഗ്നൽ ഇപ്പോൾ ഉണ്ട്, അതായത് അടുത്തുള്ള ഏതോ സാറ്റലൈറ്റൊക്കെ അതിനകത്തുണ്ട്. അതായത് നമ്മൾ ഈ ഫ്രീക്വൻസി റേഞ്ചൊക്കെ ഫുള്ള് കാണാതെ പഠിച്ച് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റും അത് ഏത് സാറ്റലൈറ്റാണ് വന്നിരിക്കുന്നതെന്നൊക്കെ പെട്ടെന്ന് ആ ഫ്രീക്വൻസി റേഞ്ചിൽ നിന്നും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. എന്നാലും നമ്മുടെ ആ ഒരു ലൈനിൽ വരുന്ന, അതായത് നമ്മൾ ആ സെലക്ട് ചെയ്തിരിക്കുന്ന ലൈനിലാണ് സൺ ഡയറക്റ്റിൻ്റെ ആ ഒരു ഫ്രീക്വൻസി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് സിഗ്നൽ കിട്ടിയാലേ നമുക്ക് എന്തായാലും ഫൈൻഡ് ഓപ്ഷനിൽ പോയിട്ട് സിഗ്നൽ വന്നിട്ടുണ്ടെന്ന് നോക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഒരു സ്പെക്ട്രം റേഞ്ച് കാണിച്ചിരിക്കുന്ന ഫ്രീക്വൻസി ഏതൊക്കെ സാറ്റലൈറ്റിനാണ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് അതൊക്കെ കാണാതെ പെട്ടെന്ന് അറിയാമെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആ ഒരു ഗ്രാഫിൻ്റെ വ്യത്യാസം വരുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഏത് സാറ്റലൈറ്റാണ് നമുക്ക് ഇപ്പോൾ ഡിഷ് കിട്ടിയിരിക്കുന്നതെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ആ രീതിയിൽ നമുക്ക് നോക്കാം. പക്ഷേ എന്താ പറയുക, കൂടിയ മീറ്ററൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് സാറ്റ് ID ബട്ടൺ പ്രസ് ചെയ്തിട്ട് നമുക്ക് വീഡിയോ മീറ്റർ ആണെങ്കിൽ അവിടെ വെച്ച് തന്നെ സ്കാൻ ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ എന്തായാലും നമ്മുടെ ആ ഒരു 12320 അവിടെ സിഗ്നൽ കയറി വരുന്നുണ്ട്, സിഗ്നൽ അപ്പായിട്ട് വരുന്നുണ്ട്, dB പവറിൽ വ്യത്യാസം വരുന്നുണ്ട്, 79 ഒക്കെ ആയിട്ട് വരുന്നുണ്ട്, ആ ഒരു രീതിയിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം എന്തായാലും മാക്സിമം നമ്മളവിടെ വെച്ചിട്ട് നോക്കുകയാണ്. മാക്സിമം നമുക്കവിടെ നല്ലൊരു സിഗ്നൽ പവറും ആ ഒരു രീതിയിൽ സിഗ്നൽ പവർ നല്ല രീതിയിൽ കയറി വരുമ്പോൾ നമുക്ക് അവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് വീണ്ടും ഫൈൻഡ് ഓപ്ഷനിൽ വന്നിട്ട് നമുക്ക് സിഗ്നൽ കറക്റ്റ് ആയെന്നൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ സ്പെക്ട്രം ഫംഗ്ഷൻ വെച്ചിട്ട് നോക്കിയിട്ട് ജസ്റ്റ് നമ്മൾ സെറ്റ് ബോക്സിൽ പോയി സ്കാൻ ചെയ്താൽ മതി, എന്തായാലും ചാനൽ കിട്ടിക്കോളും. പിന്നെ നമ്മൾ വീഡിയോയിൽ തന്നെ അതിനെക്കുറിച്ചൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഫൈൻഡിൽ പോയിട്ട് നമ്മൾ ആ ഫംഗ്ഷനിൽ കൂടെ കാണിക്കുന്നത്. ഫൈൻഡിൽ പോയിട്ട് നമ്മുടെ TPക്ക് സിഗ്നൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ അത്യാവശ്യം സിഗ്നൽ കിട്ടിയിട്ടുണ്ട്. LNBSQ കൂടെ ഒക്കെ അഡ്ജസ്റ്റ് കഴിഞ്ഞാൽ നല്ല സിഗ്നൽ കിട്ടും. പിന്നെ ഒരു ചെറിയ പഴയ ഡിഷാണിത്, അതിൻ്റെ ആ ഒരു വ്യത്യാസമുണ്ട്. ഓക്കെ, നമുക്ക് ബാക്കിയുള്ള ഹൊറിസോണ്ടൽ TPസും കൂടെ നോക്കാം. അതിൻ്റെ തൊട്ടടുത്ത് വരുന്ന 12563 സിഗ്നലുണ്ട്. ഓക്കെ, അത്യാവശ്യം സിഗ്നലുണ്ട്, കാരണം തൊട്ടടുത്താണ് വരുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ഗ്രാഫ് കണ്ടു, അതിനടുത്തുള്ള നല്ല സിഗ്നലുണ്ട്, അടുത്തുള്ള ഫ്രീക്വൻസിക്കെല്ലാം നല്ല സിഗ്നലുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഡിഷ് ടിവിയുടെ സിഗ്നൽ നോക്കുകയാണെങ്കിൽ ഡിഷ് ടിവിയുടെ സിഗ്നൽ മാറിയിട്ടുണ്ട്. ഡിഷ് ടിവിയിൽ നിന്ന് നമ്മളിപ്പോൾ സൺ ഡയറക്റ്റിലേക്ക് വന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് കറക്റ്റായിട്ട് നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. ഒരു ഇൻട്രസ്റ്റിംഗ് ആണ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഈ ഒരു സ്പെക്ട്രം രീതിയിലേക്ക് നമുക്ക് സിഗ്നൽ പിടിക്കാന്ന് പറയുമ്പോൾ. ഇപ്പോൾ ഇത് ശീലമാക്കുന്നവർക്ക് ചിലപ്പോൾ ഫൈൻഡ് ഓപ്ഷൻ ഒന്നും എടുത്തിട്ട് ചെയ്യത്തില്ല, അവർ മൈന്യൂട്ടായിട്ട് ഈ സ്പെക്ട്രം വെച്ചിട്ട് തന്നെ ചെയ്തുള്ളൂ. അതാണ് ഈ ഒരു സ്പെക്ട്രത്തിന്റെ ഗുണമെന്ന് പറയുന്നത്. ഇപ്പം നല്ല മീറ്ററിൽ ഈ ഒരു സ്പെക്ട്രം ഫംഗ്ഷൻ വെച്ചിട്ട് വളരെ മൈന്യൂട്ടായിട്ട് സാറ്റലൈറ്റ് അലൈൻമെന്റ് ചെയ്തെടുക്കുന്നവർ പിന്നെ ഈ ഒരു ഫൈൻഡ് ഓപ്ഷൻ ഒന്നും എടുക്കത്തില്ല. അവർ ഈ ഒരു സ്പെക്ട്രം വെച്ചിട്ട് തന്നെ എടുക്കത്തുള്ളൂ, കാരണം അവർക്കതൊരു ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ആ ഒരു രീതിയിൽ നല്ല രീതിയിൽ സിഗ്നൽ കിട്ടും എന്നുള്ളത് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു രീതിയിൽ തന്നെ പോയിട്ട് സിഗ്നൽ എടുക്കത്തുള്ളൂ. കാരണം മാക്സിമം സിഗ്നൽ ഔട്ട് ഓഫ് കവറേജ് ഒക്കെ ആണെങ്കിൽ മാക്സിമം സിഗ്നൽ നല്ല രീതിയിൽ എടുക്കാൻ പറ്റും, ഒരു മൈന്യൂട്ടായിട്ട് ഒരു പോയിന്റ് ആയിട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്തായാലും 12603 ആ ഒരു പൊളാരിറ്റിക്കും സിഗ്നലുണ്ട്, ഫ്രീക്വൻസിക്കും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്പെക്ട്രം ഫംഗ്ഷനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ഒക്കെ എന്ന് പറയുന്നത്. എന്തായാലും നമ്മൾ വീണ്ടും ആ ഒരു സ്പെക്ട്രം ഫംഗ്ഷൻ എടുത്തിട്ട് അത് നോക്കുമ്പോൾ തന്നെ അറിയാം. നമുക്ക് എന്തായാലും നോക്കാം ഏതൊക്കെ റേഞ്ചാണ് വന്നിരിക്കുന്നത്. 12, 330, 400 സംതിങ്, അത് കഴിഞ്ഞിട്ട് 500 സംതിങ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ 603 ആ ഒരു രീതി വരുന്നതിനകത്തും സിഗ്നലുണ്ട്. 630 ആ ഒരു ഫ്രീക്വൻസി റേഞ്ചിനും സിഗ്നലുണ്ട്. ഓക്കെ, അപ്പോൾ 300 സംതിങ് തൊട്ടിട്ട് ഇടയ്ക്കൊരു ചെറിയൊരു ഫ്രീക്വൻസി റേഞ്ചിന് സിഗ്നൽ ഇല്ല. അത് കഴിഞ്ഞിട്ട് വീണ്ടും 500 സംതിങ് 600 സംതിങ് തൊട്ട് വീണ്ടും സിഗ്നലുണ്ട്. ഓക്കെ, അതൊക്കെ കറക്റ്റായിട്ട് നമുക്ക് മെഷർ ചെയ്തെടുക്കാൻ പറ്റും.
ഓക്കെ, വലിയ സ്ക്രീൻ ആണെങ്കിൽ കുറച്ചുകൂടെ വലിയ ഗ്രാഫ് കാണുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ മെഷർ ചെയ്ത് എടുക്കാൻ പറ്റും. ഈ ഒരു സ്പെക്ട്രം അനലൈസർ വെച്ചിട്ട് തന്നെ കറക്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഒരുപാട് കൂടിയ മീറ്ററിലൊക്കെ ആണെങ്കിൽ നല്ല ഫംഗ്ഷനൊക്കെ ഒരുപാട് കാണും. വലിയ സ്ക്രീനൊക്കെ ആകുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റും. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഈ ഒരു രീതിയിൽ സാറ്റലൈറ്റ് ട്രാക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ. ഇപ്പോൾ നമ്മൾ സൺ ഡയറക്റ്റിൻ്റെ തന്നെ ഒരു 12316 TP അത് ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ ഫസ്റ്റ് മാക്സിമം സിഗ്നൽ എടുത്ത് തുടങ്ങിയത്. അപ്പോൾ ബാക്കി ടി പിക്ക് സിഗ്നൽ എവിടെയെങ്കിലും കുറവുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ലൈനിൽ കൊണ്ടുവച്ചിട്ട് വീണ്ടും അപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ കുറച്ചുകൂടെ ഡിഷ് ഒന്ന് മൈന്യൂട്ടായിട്ട് ഒന്ന് അലൈൻമെൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് നോക്കാം, എന്തായാലും 12 ഏതെങ്കിലും ഒരു TP സെലക്ട് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇപ്പോൾ അതിന് 58, 59 ഉള്ളൂ. ഓക്കെ, 12, 643 ആ ഒരു റേഞ്ചിൽ. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ വീണ്ടും സ്പെക്ട്രം ഫംഗ്ഷൻ എടുത്തിട്ട് ഈ ഒരു ഫ്രീക്വൻസി റേഞ്ച് ഒന്ന് സെലക്ട് ചെയ്തിട്ട് കുറച്ച് സിഗ്നൽ ഒന്ന് അപ്പ് ചെയ്തെടുക്കാൻ നോക്കാം. ഞാൻ വീണ്ടും യൂണിവേഴ്സൽ സെലക്ട് ചെയ്തു, സ്പെക്ട്രം ഫംഗ്ഷൻ ഓപ്പൺ ചെയ്തു, യൂണിവേഴ്സൽ സെലക്ട് ചെയ്തു, പൊളാരിറ്റി ഹൊറിസോണിൽ 22K ഓൺ ആക്കി. കാരണം 12, 643 ആ റേഞ്ചാണ് നമ്മൾ നോക്കുന്നത്, അതുകൊണ്ട് 22K ഓൺ ആക്കണം. എന്തായാലും 12, 640 ആ റേഞ്ചിൽ കൊണ്ട് വെച്ചു. അവിടെ വേണമെങ്കിൽ നമുക്ക് ഡിഷ് വീണ്ടും ഒന്നുകൂടെ അഡ്ജസ്റ്റ് ചെയ്യാം. dB പവർ കാണിക്കുന്നത് 75 ആണ്. 76, 78 ഒക്കെ കിട്ടുവാണെങ്കിൽ കുറച്ചുകൂടെ പവർ കൂട്ടി കിട്ടും. നമുക്ക് എന്തായാലും സിഗ്നലും കൂടും. ഞാൻ എന്തായാലും വീണ്ടും ഡിഷ് ഒന്ന് അലൈൻമെൻറ്റ് ചെയ്യുകയാണ്, കാരണം മാക്സിമം സിഗ്നൽ നമുക്കൊന്ന് കൂട്ടിയെടുക്കാൻ നോക്കാം ആ ഒരു TPക്ക്. ഓക്കെ, അപ്പോൾ എന്തായാലും അലൈൻമെൻറ്റ് ചെയ്യുകയാണ്. 74 ആ ഒരു രീതിയിലേക്ക് വരികയാണ്. ഓക്കെ, ഇപ്പോൾ സിഗ്നൽ എന്തായാലും കൂടുന്നുണ്ട്. ആദ്യം ഒന്ന് ജസ്റ്റ് കുറഞ്ഞു വന്നിട്ട് സിഗ്നൽ കൂടി കിട്ടുന്നുണ്ട് നമുക്ക്. ഇപ്പോൾ കറക്റ്റായിട്ടുള്ളൊരു പൊസിഷനിലേക്കാണ് നമ്മുടെ ഡിഷ് വരുന്നത്. 76 കിട്ടി. ഓക്കെ, നമുക്ക് എന്തായാലും വീണ്ടും ചെന്ന് ഫൈൻഡ് ഓപ്ഷൻ ചെയ്തിട്ട് ക്ലിയർ ആയിട്ട് നമുക്ക് സിഗ്നൽ കൂടിയിട്ടുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, ഫൈൻഡിൽ വരുന്നു. നമ്മുടെ ആ ഒരു TPക്ക് വീണ്ടും സിഗ്നൽ കൂടിയിട്ടുണ്ട്. 58 ആ ഒരു രീതിയിൽ നിന്ന് 61% കൂടിയിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, മാക്സിമം നമുക്ക് ഒരു പോയിൻ്റായിട്ട് ചെയ്തെടുക്കാം, സിഗ്നൽ കൂട്ടിയെടുക്കാം. എന്തായാലും നമുക്ക് സാറ്റലൈറ്റ് ഫൈൻഡറിലുള്ള ഒരു സ്പെക്ട്രം ആ ഒരു ഫംഗ്ഷൻ്റെ ഒരു ഐഡിയ തരികയാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത്. വീഡിയോ എന്തായാലും ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇനി നമുക്ക് സി ബാൻഡ്, ഇതുപോലെ തന്നെ കെ ബാൻഡ് ആണ് നോക്കി. നമുക്ക് സി ബാൻഡ് സ്പെക്ട്രം വെച്ചിട്ട് ഫംഗ്ഷൻ വെച്ചിട്ട് അലൈൻമെൻറ്റ് ചെയ്യുന്നതെന്ന് അടുത്തൊരു വീഡിയോയിൽ നോക്കാം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ കൂടിയ മീറ്റർ വരുമ്പോൾ അത് വെച്ചിട്ട് തന്നെ ചെയ്ത് നോക്കാം. എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും.